ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മെർലിൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ വൻപയർ എങ്ങനെ മെഴുക്കോട്ട് വെക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വൻപയർ നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായി കഴുകി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് കല്ലുകളും ചെറിയ ചെറിയ മണ്ണൊക്കെ കാണും ഈ വൻപയറിൻ്റെ അകത്ത്. അതുകൊണ്ട് നന്നായി കഴുകി അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേർക്കേണ്ട ഇത് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഏറെ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചത്, ചുമന്നുള്ളി ഒരു 10 എണ്ണം, ചുമന്നുള്ളി ചതച്ചത്, കറിവേപ്പില. അതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് ഒരുപാട് പൊടികളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക്. ഇത് മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക, എരിവിൻ്റെ അനുസരിച്ച്. കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് അവർക്കത് ഒരുപാട് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു സ്പൂൺ വെച്ച്, ഒരു സ്പൂണും മുളക് പൊടിയും അര സ്പൂണ് കുരുമുളക് പൊടിയും എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കുക്കറിൽ 2 വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയ ശേഷം വെളുത്തുള്ളിയും ചെറുള്ളിയും കറിവേപ്പിലയും നന്നായി നമുക്കത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കത് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, നന്നായി മൂത്ത് വന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി പൊടികളിടാമേ. പൊടിയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് അത് ഇളക്കി കൊടുക്കാം. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി വെള്ളം വറ്റിച്ച് നല്ല മെഴുക്കുരട്ടി രൂപത്തിലെടുക്കണം. ഇതെല്ലാം നമ്മൾ മുളക് പൊടിയും എല്ലാം ഈ മസാലയെല്ലാം ഇനി ഈ പയറിലോട്ട് നന്നായി പിടിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പയർ മെഴുക്കുരട്ടി ഇത് പരിവത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.